ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തിയും പുളിയും കൂടി കറി വയ്ക്കാം കേട്ടോ. ചെമ്മീപ്പുളി, ഇരുമ്പം പുളി എന്നും പറയും, ചെമ്മീപ്പുളി എന്നും പറയും. ഇത് രണ്ടും കൂടി നമുക്ക് കറി വയ്ക്കാം കേട്ടോ. നല്ല പിടക്കണ മത്തിയാണിത് കണ്ടോ. നല്ല വെട്ടി തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം നമുക്കിത് കറി വയ്ക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്ക് ഞാൻ ഈ മീനൊക്കെ പെറുക്കി ഇതിനകത്ത് ഇടാൻ പോവാണ്. നല്ല വൃത്തിയാക്കി വെട്ടി തേച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. നമുക്ക് ഈ പുളി ഇതിലേക്കിടാം. പുളി ഒന്ന് വേകട്ടെ. ശകലം വെള്ളം ഒഴിക്കുക. അതിൽ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റൗ അടിയിൽ പൂട്ടിയിട്ട് വെക്കുക. കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഇത് തിളക്കണ്ട, തേങ്ങ അരച്ച് വരുമ്പോഴേക്കും ചൂടായിരുന്നു. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇടുന്നുണ്ട്, കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറിയൊക്കെ തിളച്ച് ഒരു പകുതി ഭാഗമാകുമ്പോൾ ഈ 4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്, മൂടി വയ്ക്കാം. തേങ്ങ അരച്ചെടുക്കാം. ഇപ്പം അരമുറി തേങ്ങയാണ്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. തേങ്ങയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് അരച്ചെടുക്കാം. അതൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ചൂട് സഹിച്ചിരിക്കുകയാണെന്ന് അറിയാം. എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക. മോരും വെള്ളം കുടിക്കുക, നാരങ്ങ വെള്ളം, അങ്ങനെയുള്ള പാനീയങ്ങൾ കുറേ കഴിക്കുക. ശരീരത്തിലെ വെള്ളം എല്ലാം വറ്റിപ്പോവുകയാണ്. അപ്പോൾ എല്ലാ സഹോദരിമാരും സഹോദരന്മാരും വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നമുക്കിത് അരച്ചുകൊണ്ട് വരാം കേട്ടോ. അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ.
ഒന്ന് കഴുകി ഒഴിക്കാം. മൂടി വയ്ക്കട്ടെ കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പെരക്കിയിടാം. നല്ല പച്ച മത്തിയാണ് കിട്ടിയതെന്ന്. തിളച്ചോട്ടെ കേട്ടോ. ഇപ്പം വറുക്കാൻ വേണ്ടി ഒരു 4 ചാള മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിത്തിരി ഉപ്പും മുളക് പൊടിയൊക്കെ പുരട്ടി വെക്കട്ടെ. മീൻ വറുക്കണതിനകത്ത് കുറച്ച് വലിയ ജീരകം പൊടിച്ചത് ചേർക്കും. എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രുചിയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. ഞാനിത് പുരട്ടി വെക്കുവാണ്. ഇവിടെ 4 എണ്ണേ ഉള്ളൂ. മീൻ വറുക്കാൻ നേരത്ത് ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും എല്ലാം കൂടി അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് മീൻ പിറക്കിയിടാം. ചെമ്മീൻപുളി ഇട്ട് ചാള വയ്ക്കുന്ന മത്തി വയ്ക്കും. ചാളയെന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. മത്തി എന്നും പറയും, ചാളയെന്നും പറയും. അപ്പോൾ ഇത് ചെമ്മീൻപുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെമ്മീൻപുളി ഇട്ട് വെച്ചത്. ചെമ്മീൻപുളി എന്നും പറയും, ഇരുമ്പൻപുളി എന്നും പറയും. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പുളിയൊന്ന് വെന്ത് കഴിഞ്ഞാൽ മീൻ പിറക്കിയിടാം. ചൂടുകൊണ്ട് വേർത്ത് കുളിക്കുവാണ്. ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ചൂടാണ്. ഉപ്പോ പുളി എന്തെങ്കിലും ഉപ്പായോന്ന് നോക്കട്ടെ. ചുക്കും കൂടി ഇടാം. ശകലം കൂടി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് മത്തി പിറക്കിയിടാം കേട്ടോ. അതിന് കഴുകൊന്നും വേണ്ട, ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണത്.
പിന്നെ പെറുക്കിയിട്ടാൽ മതി. ഇപ്പം മീനിൻ്റെ അരപ്പൊക്കെ തിളച്ച് വന്നില്ലേ, ഇപ്പം മീനും പിറക്കിയിട്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒരു 4 വെളുത്തുള്ളി കേട്ടോ ഇതും ഇട്ട് ഈ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടാൽ അത് തിളച്ച് നല്ല രുചിയായിട്ട് വരും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു മീൻ ചീത്തയായിട്ടുണ്ടെങ്കിൽ ആ മീൻ കറി വയ്ക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ 2 വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതിയാവും. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കറിയിൽ കിടന്ന ചവച്ച് തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഇത് തിളച്ചോട്ടെ ഒന്ന്. കുറച്ച് വെള്ളം കുടിക്കട്ടെ, ചൂടുകൊണ്ട് വേർത്ത് ഒഴുകുവാണ്. കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കുറേ ദിവസമായി മത്തി കിട്ടിയിട്ട്, മത്തി ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മത്തി കിടക്കണം, അങ്ങനെ മേടിച്ചതാണ്. അത് കറി വെച്ച് യൂട്യൂബിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ ചാള. കുറേ ദിവസമായി മത്തിക്കറി കൂട്ടിയിട്ട്, അതുകൊണ്ട് പ്രത്യേക രുചി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്നെ മറക്കരുത് കേട്ടോ. മത്തിക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചിറ്റിച്ച് കൊടുക്കാം ചട്ടി. അപ്പം എല്ലാവരും ചെമ്മീൻപുളിയും ചാളയും എല്ലാവരും വെച്ചിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് ഇപ്പോൾ വെച്ചതാണ്. എല്ലാവരും ഈ പുളിയിട്ട് മത്തിക്കറി വെക്കാറുണ്ട്, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക,
ഇതിൻ്റെ തിരി ഒന്ന് താത്തിയിടുവാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.